തിരുവചന പ്രദീപത്തിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യമാണ്. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഈ പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ. യഹൂദ രാജാവായ ആസയുടെ ഒരു പ്രാർത്ഥനയാണിത്. ദൈവത്തിന് ഹിതവും പ്രസാദവുമായുള്ളത് ചെയ്ത ഒരു രാജാവായിരുന്നു ആസ. വലിയ നവീകരണം ആസയുടെ കാലത്തുണ്ടായി. അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. തൻ്റെ അമ്മയായ മയഖയും ഒരു അശേരാ പ്രതിഷ്ഠ ഉണ്ടാക്കിയതിനെ ആരാധിച്ചു പോന്നു. കനാന്യരുടെ പ്രത്യുൽപാദന ദേവതയാണ് അശേര. തൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു നവീകരണം ഉണ്ടാക്കുവാൻ അമ്മയെ രാജമാതാവെന്ന സ്ഥാനത്ത് നീക്കുകയും അശേര പ്രതിഷ്ഠയെ തകർത്ത് കെത്രോൻ തോട്ടിങ്കൽ വെച്ച് ചുട്ടുകളയുകയും ചെയ്തു. ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലായിരുന്നു. ദൈവത്തിനുള്ള ആശ്രയം എപ്പോഴൊക്കെ നഷ്ടപ്പെട്ടുവോ അപ്പോഴൊക്കെ ഇസ്രയേൽ വലിയ കഷ്ടതയിലായിട്ടുണ്ട്. അതുകൊണ്ട് എക്കാലത്തുമുള്ള ദൈവജനത്തിന് ആശയുടെ വാക്കുകൾ ഇന്നും ഒരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ആസയ്ക്ക് ലഭിച്ച ദൈവാലോചന പ്രകാരം പ്രവർത്തിക്കുകയും യാഗപീഠം പുതുക്കിപ്പണിത് ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല, അവർ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. അവർ അതിൽ സന്തോഷിച്ചു. അവർ പൂർണ്ണ താല്പര്യത്തോടെ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് യഹോവ അവർക്ക് ചുറ്റും വിശ്രാമം നൽകി. ആസ ഒരു നല്ല രാജാവായിരുന്നു. ദൈവത്തിന് ഹിതമായുള്ളത് ചെയ്യുവാൻ അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു. 41 വർഷം അവൻ യഹൂദിയിൽ രാജാവായിരുന്നു. എന്നാൽ തൻ്റെ ജീവിത സായാഹ്നത്തിൽ താൻ 2 വലിയ തെറ്റുകൾ ചെയ്തതായി കാണുന്നു. ഒന്ന്, ഇസ്രായേൽ രാജാവായ ബേശ യുദ്ധത്തിന് തൻ്റെ നേരെ വന്നപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ അരാം രാജാവായ ബെൻ ഹദദിൽ ആശ്രയിച്ചു. ദൈവാലയത്തിലെ വെള്ളിയും പൊന്നുമെല്ലാം അരാം രാജാവിന് കാഴ്ചവെച്ചു. താൽക്കാലിക വിജയത്തിനു വേണ്ടി അരാം രാജാവുമായി ഉണ്ടാക്കിയ സഖ്യത ദൈവത്തിൽ അനിഷ്ടമായി. നീ ഇതിൽ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് ദർശകനായ ഹനാനി അറിയിച്ചുവെങ്കിലും തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുതപിക്കാതെ ഹനാനിയെ കാരാഗൃഹത്തിലാക്കി. 2ാമത്തെ തെറ്റ്, തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. തൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം നൽകിയ ശിക്ഷയായിരുന്നിരിക്കാമത്. എന്നാൽ ആ സമയത്തും ദൈവസന്നിധിയിൽ അനുദപിക്കുകയോ തെറ്റ് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയോ ചെയ്തില്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ വൈദ്യന്മാരിൽ ആശ്രയിച്ചു. എന്നാൽ വൈദ്യന്മാർക്ക് അവൻ്റെ ദീനം ഭേദമാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തിന് കീഴടങ്ങി. യഹൂദ ജനത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി അസരിയാവിൽ നിന്നും ആലോചന പ്രാപിച്ച് സ്വന്തം ഭവനത്തിലും ദേശത്തും വലിയ നവീകരണം ഉണ്ടാക്കിയ ആസ തൻ്റെ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാൻ കഴിയാതെ പോയി. ദൈവത്തിൽ ആശ്രയിക്കേണ്ട സ്ഥാനത്ത് പുറജാതി രാജാവിൽ ആശ്രയിച്ചു. രോഗം വന്നപ്പോൾ വൈദ്യന്മാരിൽ ആശ്രയിച്ചു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ നാം ആരിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വലിയ സത്യം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്നു. ആകയാൽ യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. പ്രിയരെ, ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ദൂരസ്ഥനായിരിക്കുന്നില്ല. യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. ദൈവമായിട്ടുള്ള സാഹിത്യത്തിലും സാമീപ്യത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര തുടരാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതയാത്രയിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ.
ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളോ പ്രയാസവേളകളോ ഉണ്ടായാൽ ഞങ്ങൾ മനുഷ്യരിലോ വൈദ്യന്മാരിലോ ആശ്രയിക്കുവാനിടയാകാതെ വണ്ണം ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിന് കോട്ടം തട്ടുന്ന യാതൊരു അശുദ്ധമായ സഖ്യതകളും ഉണ്ടാകാതെ വണ്ണം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കുവാൻ അവിടുന്ന് കൃപ നൽകി ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.